വെൽക്കം ബാക്ക് ടു മൊമെന്റ്സ് വേർ ഐ ലീവ്. ഇന്നപ്പോൾ നമ്മുടെ ബുക്ക് പ്രോക്കി തോട്ട്സിലെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി നമ്മുടെ രവീന്ദർ സിംഗിൻ്റെ യുവർ ഡ്രീംസ് ആർ മൈൻ നൗ എന്ന ബുക്കിൽ നിന്നെടുത്തിട്ടുള്ള അടുത്തൊരു തോട്ട്. ബാഡ് ടൈംസ് ആർ ദ ട്രൂ ടെസ്റ്റ് ഓഫ് പീപ്പിൾ ഹു ആർ കെയർ ഫോർ യു. ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോശ സമയം വരുമ്പോഴാണ് തിരിച്ചറിയുന്നത് നമ്മളെ ആരൊക്കെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ കരുതുന്നത്, അല്ലാതെ ചുമ്മാ അഭിനയിക്കാതെ യഥാർത്ഥത്തിൽ നമ്മളെ ആരൊക്കെയാണ് കരുതുന്നത് തിരിച്ചറിയാൻ ഒരു സത്യപരീക്ഷ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ സത്യപരീക്ഷയായി തീരുന്നത് ഈ പറയുന്ന മോശ സമയമാണ്. അതുകൊണ്ട് മോശ സമയം ഒരിക്കലും ഒരു ദോഷം മാത്രം അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിലാണ് യഥാർത്ഥ ഒരാളുടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ ഈവൻ നമ്മളെപ്പോലും നമ്മൾ തിരിച്ചറിയാവുന്നത്. അതുകൊണ്ട് അതൊരു സത്യപരീക്ഷ തന്നെയാണ് ഒരു മോശ സമയം. ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാതെ കഴിയുന്നതും ഉണ്ടാകാൻ നോക്കുക. കാരണം അപ്പോൾ മാത്രമാണ് ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഇമേജ് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് ആർക്കും ആക്ച്വലായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു മോശ സമയം ജീവിതത്തിലാണ്. ഈവൻ എനിക്ക് പോലും. പക്ഷേ നമ്മുടെ നേരെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മോശ സമയത്തിന് ശേഷം നല്ല സമയം വരും എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ. നമുക്കൊരിക്കലും നമ്മുടെ മുന്നിലുള്ള സമയം അത് മോശമാണ് അല്ലെങ്കിൽ അത് വളരെ നല്ല സമയമാണ് എന്നൊന്നും മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ മാത്രമാണ് ഈ സമയം ശരിയല്ല. പണ്ടുള്ള കർണന്മാർ പറഞ്ഞിട്ടുള്ള പോലെ കണ്ടകശനിയാണ് അല്ലെങ്കിൽ എന്തോ ഒരു കണ്ണു തട്ടി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പോൾ രാജയോഗമാണ് എന്നൊക്കെ പറയുന്ന ഓരോ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു സംഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ സമയം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ജാതകത്തിൽ രാജയോഗമാണ് കാണിക്കുന്നത്, പക്ഷേ എനിക്ക് മൊത്തം കണ്ടകശനിയാണ് ഉള്ളത് എന്നൊക്കെ. ഇത് നേരെ തിരിച്ച് അനുഭവിക്കുന്നവരുണ്ടാവും. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻറ്റ്, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ രാജയോഗമാണോ കണ്ടകശനിയാണോ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ വെച്ചിട്ടിരിക്കും. പാസ്റ്റിലൊന്നും ഇന്നിപ്പോൾ നാളെ എനിക്കൊരു എക്സാം ഉണ്ട്, ഞാനൊന്നും പഠിച്ചില്ല, എനിക്ക് രാജയോഗം വെച്ചിട്ട് എനിക്ക് നാളെ നാളെ ഇത് രാത്രി 12 മണി തൊട്ട് എനിക്ക് രാജയോഗം നടക്കണം, അതുകൊണ്ട് ഞാൻ നാളെ ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിക്കാതെ തന്നെ ഞാൻ ജയിക്കുന്നത് എന്ന് കരുതി ഞാൻ ഈ പറയുന്ന പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയി അറ്റൻഡ് ചെയ്യുന്നു. സ്വയമായിട്ടും എക്സാം ടഫാവുന്നു, ഒന്നും രക്ഷയില്ല. അവസാനം റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന റിസൾട്ട് വരുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞ രാജയോഗത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ ശേഷമായിരിക്കും. അപ്പോൾ കണ്ടകശനിയായിരിക്കാം. അപ്പോൾ അതിനെ മേ ബി നമ്മൾ ബ്ലെയിം ചെയ്യാം. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ റിസൾട്ട് വന്നത് രാജയോഗ കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ ജയിച്ചേനെ, ഇതിപ്പോൾ കണ്ടകശനിയുടെ സമയമായതുകൊണ്ട് ഞാൻ ജയിക്കാതെ പോയി, അല്ലെങ്കിൽ ഞാൻ പഠിക്കാതിരുന്നതുകൊണ്ടൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ സമയം നമുക്ക് മാക്സിമം നന്നാക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ലതായിട്ട് തന്നെ ഭവിക്കണം ഇപ്പോൾ ഉള്ള സമയം എന്ന് ഒരിക്കലും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കാലങ്ങളുടെ ഒരു റിസൾട്ടാണ് ആക്ച്വലി നടക്കുന്നത്. ഇനി വരാൻ പോകുന്ന സമയം നമുക്ക് രാജയോഗം ആക്കണോ കണ്ടകശനി ആക്കണോ എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. ഇന്ന് ഞാൻ പഠിച്ചു ഓക്കെ നാളെ കണ്ടകശനി ആയിരിക്കാം, പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് രാത്രി 12 മണി തൊട്ട് എനിക്ക് കണ്ടകശനി തുടങ്ങുകയാണെങ്കിൽ പോലും മേ ബി ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് നല്ല കാര്യം വരുമ്പോഴത്തേനും എല്ലാവരും ഇല്ല അതെൻ്റെ സ്വന്തം വർക്ക് കൊണ്ടാണ്, അല്ലാതെ വിധിയും അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നിൽക്കാറാണല്ലോ പതിവ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മേ ബി നമ്മളപ്പോൾ വേണേൽ പറഞ്ഞിരിക്കാം അല്ല രാജയോഗം ഒന്നുമില്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു അതുകൊണ്ട് കിട്ടി, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇതിപ്പോൾ കണ്ടകശനിയിൽ പബ്ലിഷ് ചെയ്താലൊന്നും എനിക്കതൊന്നും വിഷയമില്ല, ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് പോകും. സോ നമ്മുടെ സമയം അത് മോശമാണോ നല്ലതാവണോ എന്ന് തീരുമാനിക്കുന്ന ആൾ നമ്മൾ തന്നെയാണ്. ഇനി ഈ ബാഡ് ടൈം എങ്ങനെ അല്ലെങ്കിൽ മോശ സമയം എങ്ങനെ ഒരു ട്രൂ ടെസ്റ്റ് ആവുന്നത്, സത്യപരീക്ഷ ആവുന്നത് എങ്ങനെയാണെന്നാണ് ചിന്തിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ കാണുന്ന പലരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ദൈവം സഹായിച്ച് അല്ലെങ്കിൽ വിധി സഹായിച്ച് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവാതിരിക്കട്ടെ. അതായത് ഈ എക്സ്പീരിയൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്രമേൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇന്ന സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവും, എന്തായാലും നമ്മൾ വിട്ടിട്ട് പോകത്തില്ല, നമ്മുടെ ഒപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ എപ്പോഴെങ്കിലും. അതുകൊണ്ടാണ് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും. പക്ഷേ അങ്ങനെ ഉണ്ടായവർക്ക് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയും വിശ്വസിച്ച് ഓക്കെ എനിക്ക് ഇനിയിപ്പോൾ സുനാമി വന്നാലും ഇന്ന ആളെൻ്റെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ പാറ പോലെ നിൽക്കുന്നു പറഞ്ഞിട്ട് സുനാമി വരുന്നതിൻ്റെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കേട്ടപ്പോൾ തന്നെ മുങ്ങി പോകുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ ചുറ്റിൽ. സോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ. പിന്നെ ഈവൻ സുനാമി അല്ല അതുക്കും മേലെ ഉൽക്കവല്ല പതിക്കുന്ന സംഭവം വന്നാൽ പോലും ഓക്കെ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും നമുക്ക് പലപ്പോഴും പറഞ്ഞിട്ടായിരിക്കില്ല പലരും അങ്ങനെ നിൽക്കാറുള്ളത്. അവർ ആ ഒരു സ്പോട്ടിൽ ആ ഒരു മൊമെൻറ്റിൽ നമുക്കിങ്ങനെ റൈറ്റ് ടൈം റൈറ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കാറാണ്. അങ്ങനെ കൂടെ നിൽക്കുന്നവരുണ്ട്. അവരെന്തായാലും ചേർത്ത് പിടിച്ചു കൊടുക്കുക, ഒരിക്കലും അവർ നമ്മൾ വിട്ട് കളയുന്നത്. അവരുടെയും ഇതുപോലെ ബാഡ് ടൈമിൽ നമ്മൾ ഒപ്പം ഉണ്ടായിരിക്കണം. ഒരിക്കലും നമുക്ക് കിട്ടി ഓക്കെ അതവൻ ചെയ്തു എന്നേത് ഞാൻ ചെയ്യുന്നത് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. കാരണം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, കാരണം മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന തന്നെ ഇത്തരം മൂല്യങ്ങളൊക്കെയാണ്, പരോപകാരം, സ്നേഹം, കരുണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരുപക്ഷേ നമ്മുടെ അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ലായിരിക്കാം ആ പുള്ളിക്ക് നേരിടേണ്ടി വരുന്നത്. അതായത് നമ്മൾ നേരിട്ടത് ഒരു സുനാമിയാണ്, പക്ഷേ അയാൾ നേരിടുന്നത് ഒരു വെള്ളപ്പൊക്കമാണെങ്കിൽ സ്വയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ചെറിയ കാര്യമില്ല അവൻ തന്നെ ഡീൽ ചെയ്തുള്ളൂ, ഇതിനേക്കാൾ വലിയ സംഭവം ഇപ്പോൾ അവൻ എന്നെ അല്ലെങ്കിൽ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും എനിക്കെല്ലാം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആൾ തന്നെ സെൽഫ് ഇത് റെഡിയാണ്. പക്ഷേ അയാൾ വിചാരിക്കുന്നുണ്ടാവും, അവനല്ലെങ്കിൽ അവൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ ഇന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തു. പക്ഷേ എല്ലാവരും അങ്ങനെ വിചാരിക്കണമെന്നില്ല, കാരണം ആരും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ലല്ലോ എല്ലാവരും ജീവിക്കുന്നത്. ചിലരൊക്കെ വോളണ്ടറി ആയിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ പറയുന്ന ആ വ്യക്തി, അതായത് നമ്മൾ ഹെൽപ്പ് ചെയ്ത ആൾ വിചാരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു മൊമെൻറ്റിൽ വിചാരിക്കാം ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് ആവശ്യം വന്നപ്പോൾ ആൾ വന്നില്ലല്ലോ എന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഹെൽപ്പ് ചെയ്ത ഒരാളെ നമ്മൾ കാരണം സങ്കടപ്പെടാൻ ഇടവരുത്. കാരണം അങ്ങനെ ഞാനൊരു ഹെൽപ്പ് ചെയ്തു പക്ഷേ എനിക്ക് ഒരു സഹായം ആവശ്യം വന്നപ്പോൾ എനിക്ക് ചെയ്തു തരാൻ ഒരാളുണ്ടായില്ല. അപ്പോൾ സ്വയമായിട്ടും അയാൾ ഹെൽപ്പ് ചെയ്ത ആളുകളോട് അയാൾ അറിഞ്ഞോ അറിയാതെ തന്നെ അയാളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം
ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മറ്റൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കും. നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ തിരിച്ച് ഹെൽപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്.